ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ സിറ്റിക്കാണ് കേട്ടോ. ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രാമിലൊന്നും കയറിയിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. നോക്കാം, ട്രാമ് വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. വരാൻ വന്നിട്ടില്ല, ഇവിടെ ഇപ്പോൾ വെയിറ്റിങ്ങിലിരിക്കുക. പിന്നെ ഈ ട്രാം സർവീസ് ഇവിടുത്തെ ഫ്രീ ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ സിറ്റിയിലും പിന്നെ മിഷരിബിലും ഇവിടെ മാത്രമേ ഫ്രീ ഉള്ളൂ. ബാക്കി ലുസൈൽ ഉള്ളത് അത് പെയ്ഡാണ് കേട്ടോ, വേറെ ഫ്രീ അല്ല. എങ്ങനെ അപ്പോൾ നമ്മുടെ ട്രാമ വരുന്നുണ്ട്, എടുക്കാറുണ്ടോ? പിന്നെ ഈ ട്രാം സർവീസ് ഇവിടെ തുടങ്ങിയത് 2022 വേൾഡ് കപ്പ് സമയത്താണ്. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടാ ഫസ്റ്റ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 ലൈനായിട്ടാണ് കേട്ടോ. ബ്ലൂ ലൈന്, യെല്ലോ ആൻഡ് ഗ്രീന്. ഇത് പിന്നെ ഫുൾ ഡേയ്സ് ഓപ്പൺ തന്നെ കേട്ടോ. അവിടെ നിന്ന് നേരെ അടുത്തുള്ള ഒരു ട്രാം സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്കൂൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കൊണ്ട് സ്റ്റഡി ടൂറിൻ്റെ മൊത്തം മലയാളികളായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. ഹലോ, ഇപ്പോൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഒരു ദിവസം വന്നാൽ മൊത്തത്തിൽ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ചുറ്റും കാടുകൾ പിടിച്ച് വെച്ചിരിക്കാം. ഓക്സിജൻ പാർക്കാണ് എൻ്റെ പേര് കേട്ടോ. അടിപൊളി കേട്ടോ, പീസ്. കറക്റ്റ് നല്ല ലൊക്കേഷൻ കേട്ടോ. ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും വരണം കേട്ടോ. ഇവിടെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ്, ഒരു ഫ്രഷ് എയർ ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇതവിടെ ഖത്തർ നാഷണൽ ലൈബ്രറി ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ എന്ന് വിചാരിച്ചു. ഓക്കെ, കാണിച്ചു തരാം കേട്ടെ. ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബുക്സ് എല്ലാം ഇവിടെ നിന്ന് എടുക്കാം. മെമ്പർഷിപ്പ് മാത്രം എടുത്താൽ മതി. മെമ്പർഷിപ്പ് ഫ്രീ ആണ്. ബുക്സ് നമുക്ക് 3 വീക്സ് വരെ നമുക്ക് നമ്മുടെ കൈവശം വയ്ക്കാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാനും നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഓക്സിജൻ പാർക്ക് കേട്ടോ. അടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ തന്നെയാണ്.
അവിടെ മൊത്തത്തിൽ ഒരു പച്ചപ്പായിരുന്നു കേട്ടോ. ഫുള്ള് വേറെ ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ എത്തിയപ്പോൾ. അങ്ങനെ എഡ്യൂക്കേഷൻ സിറ്റിയോട് യാത്ര പറഞ്ഞ് പോവുക. വീണ്ടും വരും. എന്നാലും കുറേ 2 മണിക്കൂറായി ഏകദേശം. ഇവിടെ മൊത്തം അങ്ങോട്ട് ചുറ്റിക്കറങ്ങി കേട്ടോ. ഭയങ്കര ടയർഡായി, വയർത്തു ആകെ. ഇൻഷാ അല്ലാഹ് വരണം ഒരു കൂടി ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ. അങ്ങനെ വേർത്തു. ഇവിടെ കാണേണ്ട കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു മരുഭൂമിയൊക്കെ കിടന്ന പ്രദേശത്തെ ഇങ്ങനെയൊക്കെ മാറ്റിമറിച്ചതിന് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. എത്ര വട്ടം അവിടെ ഡെവലപ്മെൻറ്റ് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഡെവലപ്മെൻറ്റാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ ഇവിടെയൊക്കെ ഭയങ്കര ഒരു ഡെവലപ്മെൻറ്റ് തന്നെയായിരിക്കും. അങ്ങനെ അതാ ട്രാമിൻ്റെ സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് തോന്നുന്നത്. ഇവിടെ തന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര AC-യുടെ ഒരു തണുപ്പ് കിട്ടുന്നുണ്ടല്ലോ, ഭയങ്കര ആശ്വാസം. ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, പക്ഷെ ഗ്ലാസ് ഒന്നുമില്ല. ഗ്ലാസ് ഇട്ട് വെള്ളം കുടിക്കായിരുന്നു, പക്ഷെ ഗ്ലാസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് വന്നാൽ ശരിക്കൊരു നല്ലൊരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാനുള്ള ഇവിടെ സ്ഥലങ്ങളുണ്ട്, കാണാനുള്ള വകുപ്പുണ്ട്. ട്രാം വരുന്നുണ്ട് കേട്ടോ.